ശ്രീ ജയചന്ദ്രനിലേക്ക് വളരെ ചുരുക്കത്തിൽ ഒന്ന് ക്വിക്കായി റെസ്പോണ്ട് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കണം. അതായത് ഈ കമറുദ്ദീൻ്റെ സ്വർണ്ണ തട്ടിപ്പ് മുതൽ ഇങ്ങോട്ട് സ്വർണ്ണക്കടത്ത് വരെയുള്ള വിഷയങ്ങൾ കടന്നു വന്നത് ലീഗിനെ വല്ലാതെ പിന്നോട്ട് വലിച്ചോ? വിശേഷിച്ച് ഞങ്ങളുടെ തന്നെ കൈരളി ന്യൂസിൻ്റെ വാർത്തയാണ്, കൊടുവള്ളിയിലെ ഈ സ്വർണ്ണക്കടത്തുകാർ കൂടി പങ്കാളികളാവുന്നൊരു ഗവേണിംഗ് കൗൺസിലിൽ MK മുനീർ എന്ന സ്ഥലം MLA പങ്കാളിയായിട്ടുള്ളൊരു പദ്ധതിയെക്കുറിച്ചുള്ള ഞങ്ങൾ നൽകിയ നിരന്തര വാർത്തകൾ, ഒരു 3-4 തെളിവ് സഹിതം ഞങ്ങൾ വാർത്ത ചെയ്തത് ഇന്ന് നിയമസഭയിൽ ചർച്ചയായി വന്നു. അദ്ദേഹം അതിന് മറുപടി പറയാൻ അദ്ദേഹത്തിന് എത്രമാത്രം സാധിച്ചു, അതോ അദ്ദേഹം അതിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്നതാണോ കണ്ടത്? ലീഗും ഈ സാഹചര്യങ്ങൾ അവരെയും സഭയിൽ വല്ലാതെ ബാധിച്ചതായി താങ്കൾക്ക് തോന്നിയോ? അത് ശ്രദ്ധേയമായിരുന്നു. പി കുട്ടൻ്റെ ആ വാർത്താ പരമ്പരയായിട്ട് തന്നെ ഏതാണ്ട് അങ്ങനെ തന്നെയാണ് വന്നത്. അത് വളരെ ശ്രദ്ധേയമായ കാര്യമായിരുന്നു. ഇപ്പോൾ അവിടെ ഈ ലീഗിൻ്റെ പ്രശ്നത്തിൽ ലീഗ് മാത്രമല്ല അശ്വരത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ നിരന്തരമായ കക്ഷിരാഷ്ട്രീയ ആരോപണങ്ങൾ, കേവലമായ ആരോപണങ്ങൾ മാത്രം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിന് ആകെ തന്നെയാണ് ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ചയിൽ നല്ല മാരകമായ പ്രഹരം കിട്ടിയത്. അത് ഇതുകൊണ്ട് തന്നെയാണ് വസന്ത, ഇതുകൊണ്ട് തന്നെയാണ് പ്രശ്നം. എന്താണെന്നറിയാമോ? ഈ കേവലം കക്ഷിരാഷ്ട്രീയ അധിഷ്ഠിതമായിട്ടുള്ള മാത്രമുള്ള ആരോപണങ്ങൾ, അതിന് യാതൊരുവിധ സ്റ്റഫും ഇല്ലാത്ത ആരോപണം ഉന്നയിക്കുമ്പോൾ എളുപ്പം പൊളിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ പൊളിച്ചെടുക്കുന്നതിന് ഭരണപക്ഷത്തിന് യാതൊരു പ്രയാസവും ഉണ്ടായില്ല ഇന്നത്തെ അവിശ്വാസ പ്രമേയ നിശ്ചയമായും. ഏതായാലും ഈ സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു ആത്മവിമർശനത്തിന്, ആത്മപരിശോധനയ്ക്ക് പ്രതിപക്ഷ നേതൃത്വം തയ്യാറാകുമെന്ന് വിചാരിക്കാം. കാരണം ഉള്ളടക്കം ഇല്ലാത്ത വിവാദങ്ങൾ, നിലനിൽപ്പില്ലാത്ത വിവാദങ്ങൾ, അത് തങ്ങളുടെ തന്നെ നിലനിൽപ്പിനെ വല്ലാതെ ദുർബലപ്പെടുത്തും എന്ന തിരിച്ചറിവിലേക്ക് എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷം UDF പോവുക എന്ന പ്രധാനപ്പെട്ട ചോദ്യം പതിവ് പോലെ ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ച കഴിയുമ്പോഴും വളരെ സജീവവും ശക്തവുമായി നമ്മുടെ പൊതുസമൂഹത്തിൽ നിൽക്കുകയാണ്.